ഞാൻ മാഡാണ്, വെരി വെരി മാഡ്, മാഡ് മാക്സ്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് വീറിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അവനെ എങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ള ഫോർമുല കണ്ടെത്താനും സാധിക്കുന്നില്ല. ബോസ് ബോസ്, നിങ്ങൾ എന്തിനാ വീറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളുടെ അടുത്ത് എന്നെ പോലെ ഇങ്ങനെ കഴിവുള്ള ആൾക്കാരില്ലേ? നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അതുപോലെ ചെയ്യുമല്ലോ. അങ്ങനെ നിനക്കെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഡോക്ടർ പ്രേം സഹായിയുടെ വീട്ടിൽ ചെന്ന് ആ വീറിനെ ഉണ്ടാക്കിയ ഫോർമുല അടിച്ചെടുത്തോണ്ട് വാടാ. ആ ഫോർമുല അയാൾ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. വേഗം ചെല്ലിട്ട് പറ്റോ. പ്രേം സഹായിയുടെ വീട്ടിൽ ചെന്ന് ആ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിക്കൊണ്ട് വരൂ. എനിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് അതെങ്ങനെ അടിച്ചു മാറ്റാൻ കഴിയും? ഇതെടുത്തോട്ട് പോടാ. നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാ മതി. ഈച്ചയെയും കൊതുകിനെയും കൊല്ലുന്ന പെസ്റ്റിസൈഡും കൊണ്ടാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞോ. കുറച്ചു സമയത്തേക്ക് അയാളുടെ വീടിന് വെളിയിൽ നിൽക്കാൻ പറയുക. പിന്നെ അയാൾ ഒരു പക്ഷെ വീട്ടിനകത്തു നിന്നും പുറത്തേക്ക് പോയില്ലെങ്കിൽ അയാളുടെ മുഖത്തേക്ക് ഇത് വെച്ചങ്ങ് സ്പ്രേ ചെയ്തേക്ക്. അയാൾ ഉടനെ തന്നെ ബോധം കെട്ട് വീഴുമെടാ. ആ ഗ്യാപ്പിൽ നീ ആ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിക്കൊണ്ട് വാ. ഈ പ്രാവശ്യം നീ ഒരു മണ്ടത്തരവും അവിടെ ചെന്ന് കാണിക്കരുത്. ബോസ്, ഈ സിലിണ്ടറിനകത്ത് സ്മോക്ക് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ചെയ്യരുത്, അങ്ങനെയല്ല. നീ എന്താ കാണിക്കുന്നത്? നിന്നെ ഞാനുണ്ടല്ലോ ഈ മണ്ടനാ. ഹായ് മിലി ചുൾബുൾ. ഡോക്ടർ പ്രേം സഹായിയുടെ ലാബ് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാ തോന്നുന്നത്. ഒന്ന് നോക്കിക്കളയാം. എക്സ്റേ വിഷൻ വെച്ച് നോക്കാം. ബോസ്, ഞാൻ ലാബിന്റെ പടി ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഞാൻ എന്റെ ക്യാമറയും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. Mad Max, you are great. Very, very great. Timbuktu, ഞാൻ എന്റെ മോണിറ്റർ കൂടെ ലൈവായിട്ട് കാണാൻ പോവുകയാണ്. മോനെ വീർ, നീ സ്കൂളിൽ നിന്ന് ഹിമാലയത്തിലേക്ക് ക്യാമ്പിന് പോവല്ലേ? നോക്കു മോനെ, ദിവസവും പാലിൽ മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കണം കേട്ടോ. എമിലിക്കും അത് കൊടുക്കാൻ മറക്കരുത്. അപ്പൂപ്പ, ഞാനൊരു റോബോട്ടല്ലേ? നിങ്ങൾ എന്താ ആ കാര്യം പെട്ടെന്ന് മറന്നു പോകുന്നത്? ഞാൻ ശരിക്കും ആ കാര്യം മറന്നു പോവുക. ചിണ്ടു, ചുൾബുൾ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരുന്നില്ല, ഓക്കെ? ഈ ക്യാമ്പിലെ സ്റ്റുഡൻസിന് മാത്രമേ പോകാൻ പറ്റൂ. ഓക്കെ വീർ, പ്രോമിസ്. ഞങ്ങൾ രണ്ടാളും നിന്റെ കൂടെ വരില്ല. ഞങ്ങൾ രണ്ടാളും തനിച്ചാ പോകുന്നത്, അല്ലേ ചുൾബുൾ? ഏയ്, ഒന്ന് നിക്കേ. ഈ സ്ഥലം അതിമനോഹരായിരിക്കുന്നല്ലേ? കുട്ടികൾക്ക് ടിഫിൻ ഉണ്ടാക്കി കൊടുക്കേണ്ട സമയമായി. ഇവിടെ തന്നെ ഉണ്ടാക്കിയാലൊന്ന് ആലോചിക്കുക. അല്ല, നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടെ ആരാ പിക്നിക്കിന് വന്നിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ എത്തിയോ? ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ, എന്നിട്ട് അത് കേൾക്കാതെ എന്നെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയല്ലേ? അത് തെറ്റാ. ഞാനിവിടെ പലപ്പോഴും വരാറുണ്ട്. ഞങ്ങൾ പല സമയത്തും വന്ന് പെൻഗ്വിൻസ്, പോളാർ ബെയർ, വൈറ്റ് ടൈഗേഴ്സ്, വോൾസിന്റെ കൂടെ കളിക്കാറുണ്ട്. ഈ ജീവികളൊക്കെ ഇവിടെ എങ്ങനെയാ വന്നത്? അവയൊക്കെ കാണപ്പെടുന്നത് ആർട്ടിക്കലും അന്റാർട്ടിക്കലും ഒക്കെ അല്ലേ? ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് ആ മൃഗങ്ങളെയൊക്കെ സ്വപ്നം കാണുകയായിരിക്കും. എന്താ, ശരിയല്ലേ ചിണ്ടു? വെറുതെ കളിയാക്കണ്ട. ഞാനിപ്പോ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ഈ മൃഗങ്ങളൊക്കെ ഹിമാലയത്തിലുണ്ട്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ബൈ വീർ, സീ യു. അവിടെ നിക്കേ ചിണ്ടു.
എന്ത് നല്ല മണാ വന്നോണ്ടിരിക്കുന്നത്. അയ്യോ, ഇവിടെ ഒരുപാട് പെൻഗ്വിൻസ് ഉണ്ടല്ലോ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഒരു ചാൻസ് കിട്ടിയിരിക്കുക. അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത് കാണുമ്പോ ചിണ്ടു പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അവൻ എന്തായാലും ഇവിടെ കുറെ പെൻഗ്വിൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസസ് ഇല്ല സാർ. ഇത് ഉറപ്പായിട്ടും വീറിന്റെ മാജിക് ആണെന്നാ തോന്നുന്നേ. അയ്യോ, ദേ ചെന്നായി വരുന്നു. ശരിക്കും വൂൾഫാ വന്നേക്കോ. ഓൾ ദി ബെസ്റ്റ് ഇംലി. ഇംലി, നീ ചെല്ല്. ഇൻവിറ്റേഷൻ ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അല്ല, അതിരിക്കട്ടെ, നീ ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത്? പുതിയ ബംഗ്ലാവ്. അത് കാടിന് നടുക്കുള്ള സ്ഥലാ. അവിടെ ഒരു പുതിയ ബംഗ്ലാവ് ഉണ്ട്. ഞാനത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ബൈ. ബൈ. എല്ലാരും മാസ്കായി മാറൂ. വിരുന്നുകാരെല്ലാം വന്നോണ്ടിരിക്കുകയാണ്. വെൽക്കം വെൽക്കം. ഇന്ന് നമ്മുടെ പാർട്ടിയുടെ തീമാണ് ഏലിയൻസ്. എല്ലാരും വന്ന് ഓരോരോ മാസ്ക് എടുത്ത് അണിഞ്ഞോളൂ. ആരൊക്കെ ഈ ഓഡിഷനിൽ ജയിക്കുന്നുവോ അവർക്ക് ഇന്റർനാഷണൽ ആഡിൽ അഭിനയിക്കാൻ പറ്റും. ഷടാ, ഇവനെ കണ്ടിട്ട് നമ്മുടെ ചിണ്ടൂനെ പോലെ ഉണ്ടല്ലോ. നീ ചുൽബുൾ അല്ലേ? ആരാ ഈ ചുൾബുൾ? വേഗം ഈ മാസ്ക് എടുത്ത് അണിഞ്ഞോ, പാർട്ടി തുടങ്ങാൻ പോവാണ്. കൺഗ്രാറ്റ്സ്, അഭിനന്ദനങ്ങൾ. നമ്മുടെ പ്ലാനറ്റിലുള്ള എല്ലാവരോടും ഭൂമിയിലേക്ക് വരാൻ പറയാം. കുറച്ച് സമയത്തിനുള്ളിൽ വേറൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇത്ര സമയമായിട്ട് എമിലി അവളുടെ അച്ഛനും വന്നിട്ടില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ബണ്ടിയും അവന്റെ അച്ഛനും ഇവിടുന്ന് രാവിലെ പോയതാ. ഇനിയും തിരിച്ചു വന്നിട്ടില്ല. അവരും ആർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് പോയതാ. വീർ, നീ വേഗം ചെന്ന് ചെക്ക് ചെയ്യുമോനെ. ഫോണിൽ എപ്പോഴും കോണ്ടാക്ട് വേണം കേട്ടോ. ഓക്കെ അപ്പൂപ്പ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഇവനെ കാണാൻ ഏതാണ്ട് ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. ശരീരം ചിണ്ടുവിന്റേതാണ്, പക്ഷെ മുഖം വേറെയാണല്ലോ. അത് ഇമ്മിലി, പിന്നെ ഇത് ചുൾബുളാണ്. ഇവർക്കൊക്കെ ഇത് എന്താ സംഭവിച്ചത്? മറ്റുള്ളവരെയൊക്കെ കാണാൻ റൗണ്ട് ആയിട്ട് ഫുട്ബോൾ പോലെ ഉണ്ടല്ലോ. അപ്പൂപ്പ, ഇവരൊന്നും ഭൂമിയിലുള്ളവരല്ലാന്നാ തോന്നുന്നേ. തീർച്ചയായിട്ടും ഇവർ ഏലിയൻസ് ആന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ ശരീരം മനുഷ്യരുടേതാണ്. ഒന്ന് ചിണ്ടുവിനെ പോലെ, മറ്റൊന്ന് ചുൾബുളിനെ പോലെ, അടുത്തത് എമിലി. അവരെന്തോ തന്ത്രം ചെയ്ത് മനുഷ്യന്റെ ശരീരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഇവരെ കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇത് ബോഡിയിലെ ഏലിയൻസ് ആണ്. എന്റെ ബലമായ സംശയം ഇവർ മനുഷ്യ ശരീരത്തെ കൺട്രോൾ ചെയ്യുകയാണെന്നാണ്. വെൽക്കം കൂട്ടുകാരെ. എല്ലാവരും ടേബിളിൽ നിന്ന് എണീറ്റ് വന്ന് ഓരോരോ മാസ്ക് അണിഞ്ഞോളൂ. ഈ പാർട്ടിയുടെ തീം ഏലിയൻസ് ആണ്. പാർട്ടിയുടെ കൂടെ ഒരു ഓഡിഷനും നടക്കുന്നുണ്ട്. എന്നാൽ ശരി, ഇപ്പോൾ ഇതാ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ജോലി തന്നിരിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഞാൻ നിങ്ങളെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുട്ടികളെ, ഇദ്ദേഹം നിങ്ങളുടെ ടെമ്പററി ടീച്ചറാണ്. മിസ്റ്റർ ശർമ്മ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചോളൂ. ലഞ്ച് ബ്രേക്കില് ഞാൻ എല്ലാ ടീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, ഫൈൻ സാർ. എമിലി, ഇയാളെ കണ്ടിട്ട് ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. അതെ, എനിക്കും കണ്ടിട്ട് അതുപോലെ തന്നെ തോന്നുന്നത്. അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ നിന്റെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്നാ തോന്നുന്നത്. അപ്പൊ കുട്ടികളെ, ഓരോരുത്തരായി നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. സാർ, ഞാൻ പറയാം സാർ. ഒരു മിനിറ്റ്. പേര് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ നിങ്ങളുടെ ടെമ്പററി ടീച്ചർ അല്ലേ. പേരും ജാതകവും ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ക്ലാസ്സിലെ സ്മാർട്ട് പയ്യൻ ആരാ? സാരമില്ല, വിട്ടേക്ക്. അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പിന്നെ ഒരു കാര്യം പറ, പഠിക്കുന്ന കാര്യത്തിൽ ആരാ ഇവിടെ നമ്പർ 1? ഇപ്പൊ അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ടെമ്പററി ടീച്ചർ അല്ലേ. സർ, വീരാണ് സർ. അവനെ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്. വീർ, നീ എന്താ എഴുന്നേറ്റ് നിൽക്കാത്തത്? കാരണം എനിക്ക് എന്നെ തന്നെ സ്വയം പ്രശംസിക്കുന്നത് ഇഷ്ടമല്ല സാർ, അതുകൊണ്ടാണ്. വെരി ഗുഡ്, വളരെ നല്ല കാര്യം. ഇനി എഴുന്നേറ്റ് നിൽക്ക്, കാരണം ഞാനാ പറയുന്നത്. ഇന്നാ പിടിച്ചോ, കഴിച്ചോ.
നീ വലിച്ചെറിഞ്ഞത് നിന്റെ തലേ തന്നെ വന്ന് കൊണ്ടില്ലേ? മോനെ ബണ്ടി, നിന്നെ ഞാൻ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. എടാ തടിയാ, എന്താ നിന്റെ പേര്? ബണ്ടി. പിന്നെ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ പേരെന്താ? പേക്കി. ഞാൻ പേക്കി. ആ, നിങ്ങളെല്ലാരും ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്ക്. എന്തിനാ സാർ, എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ സ്കൂളിൽ ഫോൺ കൊണ്ടിരുന്നത് അലോഡല്ല. നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ ഫോൺ ഉണ്ട്. ഇല്ല സാർ, ഞങ്ങളുടെ കയ്യിലൊന്നും ഫോണില്ല. നിങ്ങളുടെ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. സാർ സാർ, ഇത് ഞങ്ങളുടെ ഫോണല്ല. ഇത് ഞങ്ങളുടെ ഫോണല്ല. ഇതല്ല. ഇയാൾ പറയുന്നതെല്ലാം കള്ളവാ. ഇപ്പൊ പറഞ്ഞു കൊടുത്തേക്കാം. നീ എന്ത് പണിയായി ചെയ്യുന്നത് ചിണ്ടു? വേഗം തിരിച്ചു പോയിക്കോ. ആര് ചിണ്ടു? നീ ആരെ കുറിച്ചാ സംസാരിക്കുന്നത്? അത് പിന്നെ സോറി സാർ, നിങ്ങൾ ചോക്ലേറ്റ് തന്നതിന് താങ്ക്സ് പറയാൻ വന്നതാ. അതെ, ഈ ലഞ്ച് ബ്രേക്ക് എപ്പോഴാ വരുന്നത്? അതിനവര് ബെല്ലടിക്കും സാർ. സാർ, നമുക്കൊരല്പം ചാട്ട് കഴിച്ചാലോ? ഓക്കെ, പോവാലോ. അല്ലല്ല, ഞാൻ ചാട്ട് കഴിക്കാറില്ല. ഞാൻ ലഞ്ചാ കഴിക്കുന്നത്. വീർ, എന്നെ പിടിക്കാൻ പറ്റില്ല മോനെ. ഞാൻ ചിണ്ടുവാന്നുള്ള കാര്യം ഒരിക്കലും സമ്മതിച്ചു തരൂല. ഞാൻ നിന്നെ പിടിക്കാതെ വിടുന്ന പ്രശ്നമില്ല ചിണ്ടു.